നമസ്കാരം. എക്സൽ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ സോഫ്റ്റ്വെയറിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് പഠിക്കാൻ പോകുന്നത്. ഈ സോഫ്റ്റ്വെയർ പഠിക്കാനുള്ള എളുപ്പത്തിനായി നമുക്കിതിനെ 3 സ്കിൽ ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാം. ബിഗിനർ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ ആൻഡ് അഡ്വാൻസ്ഡ് ലെവൽ. ഒരു ബിഗിനർ ലെവലിലുള്ള ആൾക്ക് എക്സലിൻ്റെ ബേസിക് ഫങ്ഷൻസും ആപ്ലിക്കേഷൻസും എല്ലാം ചെയ്യാൻ പറ്റും. ഇൻ്റർമീഡിയറ്റും അഡ്വാൻസ് ലെവലാകുമ്പോഴേക്കും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിഗിനർ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആയ ഇൻട്രൊഡക്ഷൻ ടു എക്സൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കപ്പോൾ നമ്മുടെ എക്സൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. ആദ്യം നമ്മൾ എക്സലിൻ്റെ ആപ്ലിക്കേഷനിൽ വന്നിട്ട് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടെങ്കിൽ ഓപ്പൺ ആവും. നമുക്കിപ്പോൾ തൽക്കാലം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സലിൻ്റെ വിൻഡോ ഓപ്പണായി. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സലിൻ്റെ വെൽക്കം സ്ക്രീന്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ട്യൂട്ടോറിയൽസ് ഉണ്ട്, പിന്നെ നമുക്കിവിടെ കുറച്ച് ടെംപ്ലേറ്റ്സ് ആക്സസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ നമ്മളിവിടെ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ബ്ലാങ്ക് വർക്ക് ബുക്കിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എക്സലിൻ്റെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള വർക്ക് ബുക്ക്. എക്സൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ടൂൾസും ആപ്ലിക്കേഷൻസൊക്കെ കാണാം. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷേ നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഫെമിലിയർ ആകുമ്പോൾ ഇത് വളരെ സിമ്പിളാണെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് ഈ വർക്ക് ബുക്കിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയനെ എക്സലിലെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻസാണ്. വേറെ ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഫേവറേറ്റ്സ് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ആപ്ലിക്കേഷൻസും ടൂൾസൊക്കെ നമ്മൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് പോയി സെലക്ട് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ നമ്മുടെ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നോക്കുകയാണെങ്കിൽ ഇവിടെ ബൈ ഡീഫോൾട്ടായിട്ട് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഇത് അൺഡു, ഇത് റീഡു. അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത ഈ പ്രിൻ്റ് ഓപ്ഷനും കൂടെ ഇവിടെയുണ്ട്. നമുക്ക് കൂടുതൽ ടൂൾസ് ക്വിക്ക് ആക്സസിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ആരോക്കെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമ്മളിവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ അത് ഇവിടെ ടൂൾ ബാറിൽ ആഡായി. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇനി പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്നാൽ മതി, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഫയലിൽ പോയിട്ട് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരും. അതിലും വളരെ എളുപ്പമാണ് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് ഐക്കൺസിനാണ് നമ്മൾ ടാബുകൾ എന്ന് പറയുന്നത്. ഓരോ ടാബിലും ഒരു സെറ്റ് ഓഫ് ടൂൾസ് ആണുള്ളത്. നമ്മളിപ്പോൾ ഹോം ടാബിലാണുള്ളത്. ഇപ്പോൾ ഹോം ടാബിൽ ഇത്രയും ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾസിനെ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഈ ഏരിയനെ റിബൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓരോ ടാബിനും അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള റിബണുകളുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കാം. നമ്മൾ ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്ത് കഴിയുമ്പം അതിൽ നമുക്ക് വേറൊരു സെറ്റ് ഓഫ് ടൂൾസാണ്. അതുപോലെ തന്നെ ഫോർമുലയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ടാബുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിബണിലുള്ള ഏത് ടൂൾ വേണമെങ്കിലും നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടൂളിൻ്റെ അടുത്ത് മൗസ് കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ആഡ് ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ കണ്ടു ഈ വാച്ച് വിൻഡോ എന്ന് പറയുന്നത് ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡായി. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും യൂസുള്ള ആപ്ലിക്കേഷൻസും ടൂൾസും സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് ആ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വീണ്ടും പോയി ആ ടാബ് ഓപ്പൺ ആക്കി ആ റിബണിൽ കറക്റ്റ് പൊസിഷനിൽ പോയി ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഏരിയനെയാണ് നമ്മുടെ വർക്ക്ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഈ വർക്ക്ഷീറ്റിലാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, നമ്മുടെ കാൽക്കുലേഷൻസും ഗ്രാഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്കിംഗ് ഏരിയയാണ് നമ്മുടെ വർക്ക്ഷീറ്റ്. നമ്മൾ ഈ വർക്ക്ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ലെറ്റേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ കുറേ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെറ്റേഴ്സ് ഓരോ കോളത്തിൻ്റെയും പേരാണ്, അതേപോലെ തന്നെ റോയുടെ പേരാണ് ഈ നമ്പേഴ്സ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് D എന്ന കോളത്തിലാണ്, 3 എന്ന് പറയുന്ന റോയിലാണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ നെയിം അഥവാ റെഫറൻസ് D3 എന്നാണ് പറയുന്നത്. നമ്മൾ വേറൊരു സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് F4 ആയിരിക്കും. അപ്പോൾ എക്സലിൽ ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നെയിം എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ നെയിം ബോക്സ് ഉണ്ട്. ഈ നെയിം ബോക്സിൽ അതിൻ്റെ പേര് ഡിസ്പ്ലേ ആവും. അപ്പോൾ നമ്മളിവിടെ കണ്ടു C എന്ന കോളത്തിൽ 5 എന്ന റോ ആണ്. അപ്പോൾ ഈ സെല്ലിൻ്റെ പേര് C5 ആണ്. അതുപോലെ തന്നെ നെയിം ബോക്സിൻ്റെ അടുത്തുള്ള ഈ ഏരിയയ്ക്കാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഫോർമുല ബാറിലാണ് നമ്മളൊരു ഫോർമുല എൻ്റർ ചെയ്യുമ്പോഴൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇതിനെപ്പറ്റി വഴിയെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം.
പിന്നെ നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഷീറ്റ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഷീറ്റിൻ്റെ പേരാണ് ഷീറ്റ് 1 എന്ന്. നമ്മൾ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഷീറ്റ് ആഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പം അതൊരു വർക്ക് ബുക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ബുക്കിൻ്റെ അകത്ത് നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഷീറ്റ് ആഡ് ആവും. ഷീറ്റ് 1 നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ എൻ്റർ ചെയ്യാം, ഷീറ്റ് 2 എൻ്റർ ചെയ്യാം, ഷീറ്റ് 3 എൻ്റർ ചെയ്യാം. ഈ 3 ഷീറ്റിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഡാറ്റ എൻ്റർ ചെയ്യാം. പക്ഷേ അത് 3 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. നമ്മളപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബോട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സെക്ഷന് പറയുന്നത് സ്റ്റാറ്റസ് ബാർ എന്നാണ്. അതായത് നമ്മുടെ എക്സലിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് ഈ ഒരു ഏരിയയിൽ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഇവിടെ ഒരു 3 ഐക്കൺസ് ഉണ്ട്. ഇത് വ്യൂ ഓപ്ഷൻസ് ആണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിൻഡോ സൂം ആവും. നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂം ഔട്ട് ആവും. അപ്പോൾ നമ്മുടെ ഡാറ്റ നമുക്ക് ഈസി ആയിട്ട് വ്യൂ ചെയ്യാൻ വേണ്ടി സൂം ഇന്നും സൂം ഔട്ടും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ 3 വ്യൂ ഓപ്ഷൻസ് കണ്ടത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നമ്മൾ ഈ വ്യൂ ടാബിൽ പോകുന്നു. ഈ വ്യൂ ടാബിൽ ആദ്യത്തെ 3 ഐക്കൺസ് ആണ് ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ബൈ ഡീഫോൾട്ട് ഇതൊരു നോർമൽ വ്യൂവിലായിരിക്കും. പേജ് ബ്രേക്ക് വ്യൂ ഉണ്ട്, പേജ് ലേഔട്ട് വ്യൂ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സലിൻ്റെ ഇൻ്റർഫേസ്. നമ്മൾ ഓരോ സെക്ഷൻസും നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ഷീറ്റിൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ അവിടെ എൻ്റർ ആവും. അതുപോലെ തന്നെ നമുക്ക് നമ്പർ വേണമെങ്കിൽ നമ്പർ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആണെങ്കിൽ ഒരു സെൻറ്റൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഒരു സെല്ലിൽ എഴുതാൻ പറ്റുന്ന ഡാറ്റയ്ക്ക് ഒരു ലിമിറ്റും ഇല്ല. നെക്സ്റ്റ് നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക, നമ്മുടെ മൗസിൽ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ റോയുടെ നമ്പറുകൾ കൂടിക്കൂടി വരുന്നത്. ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ നമുക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് റോസും നമ്മൾ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് കോളംസും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ സെല്ലിൽ എൻ്റർ ചെയ്ത ഡാറ്റ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർമുല ബാറിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ തന്നെ ഫോർമുല ബാറിൽ ഡിസ്പ്ലേ ചെയ്യും. അടുത്ത സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം അതിലുള്ള ടെക്സ്റ്റ് ഇവിടെ ഫോർമുല ബാറിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർമുല ബാർ ഫോർമുല കാണിക്കാൻ മാത്രമായിട്ടല്ല, നമ്മൾ ഏത് സെല്ലാണ് സെലക്ട് ചെയ്യുന്നത് അതിലെ ഡാറ്റയും ആ ഫോർമുല ബാറിൽ കാണിക്കും. നമുക്കിനി ഈ വർക്ക്ഷീറ്റ് എങ്ങനെ സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വരും. ഇപ്പോൾ നമ്മൾ ബ്രൗസ് ചെയ്ത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി വിൻഡോ ഒന്ന് വലുതാക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അപ്പോൾ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളിവിടെ താഴെ വരികയാണെങ്കിൽ ഫയലിൻ്റെ നെയിം, വർക്ക് ബുക്കിൻ്റെ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻട്രോ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ താഴെ നോക്കുവാണെങ്കിൽ വർക്ക് ബുക്കിൻ്റെ ടൈപ്പ്. അപ്പോൾ ഇത് തൽക്കാലം എക്സൽ വർക്ക് ബുക്കാണ് ഡീഫോൾട്ടായിട്ട്. നമ്മൾ ഈ ഇവിടെ വന്ന് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഈ ലിസ്റ്റിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് PDF. എക്സലിൽ ഡാറ്റ എൻ്റർ ചെയ്തിട്ട് നമുക്കതൊരു PDF ആക്കി മാറ്റണമെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ സേവ് ചെയ്യാൻ നേരത്ത് സേവ് ആസ് ടൈപ്പ് PDF സെലക്ട് ചെയ്താൽ മതി. തൽക്കാലം നമുക്ക് എക്സൽ വർക്ക് ബുക്കായിട്ട് തന്നെ സേവ് ചെയ്യാം. എന്നിട്ട് ഈ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക് ബുക്ക് സേവ് ആവും. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഈ കോർണറിൽ വന്നിട്ട് എക്സിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ തിരിച്ച് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വരുമ്പോൾ നമ്മൾ സേവ് ചെയ്ത എക്സൽ ഫയൽ ഇതാണ്. ഇനി നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത എല്ലാ ഡേറ്റയും അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടൊരു വർക്ക് ബുക്കിൻ്റെ ഫംഗ്ഷനിങ്ങും അതിൻ്റെ ഇൻ്റർഫേസും. നമുക്കിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, എങ്ങനെ ഡാറ്റ എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എക്സൽ സീരീസിലെ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.